2026 നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. ആൽഫ അക്കാഡമിയിൽ എക്സാമിനേഷൻ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും ഫീഡ്ബാക്കുകളെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഇന്നലെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്കൊന്ന് തിങ്ക് ചെയ്യാം. 2024 നമുക്കറിയാം ഒരു സിമ്പിൾ എക്സാമിനേഷൻ ആയിരുന്നെങ്കിൽ, 2025 ഒരു ടഫ് എക്സാമിനേഷൻ ആയിരുന്നെങ്കിൽ, 2026 ഒരു മോഡറേറ്റ് ആൻഡ് ഈസി എക്സാമിനേഷൻ ആണ്. കഴിഞ്ഞ വർഷം 2025 കട്ട് ഓഫ് നമുക്കറിയാം കേരളത്തില് 900 അറൌണ്ട് റാങ്ക് വന്ന 550 അറൌണ്ട് മാർക്ക് വന്ന വിദ്യാർത്ഥിക്ക് ഗവൺമെന്റ് സീറ്റിൽ MBBS സീറ്റിന് അഡ്മിഷൻ ലഭിച്ചു. അതിന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് നോക്കിയാൽ 10,500 അറൌണ്ട് കേരള റാങ്ക് വന്ന 450 മാർക്ക് വന്ന വിദ്യാർത്ഥിക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടി. 2026 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് ടു ഈസി എക്സാമിനേഷൻ ആയിരുന്നു. ഒരല്പം ന്യൂമറിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചെങ്കിലും അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന പാറ്റേണിൽ നമ്മൾ ആൽഫ അക്കാഡമിയിൽ മോഡൽ എക്സാമിനേഷൻ നടത്തിയ വർക്കൗട്ട് ചെയ്യിപ്പിച്ച സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കേരളം മുഴുവനുള്ള വിദ്യാർത്ഥികൾക്കും ഇതായിരിക്കും പറയാനുണ്ടാവുക. കാര്യം NCERTയിൽ നിന്നും ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കാതെ നീറ്റിന്റെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികളെ കുഴപ്പിക്കാതെ നടത്തിയ ഒരു എക്സാമിനേഷൻ. കഴിഞ്ഞ വർഷം 25 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെങ്കിൽ ഈ വർഷം 22 ലക്ഷം വിദ്യാർത്ഥികൾ. MBBSന്റെ സീറ്റ് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 11,000 to 14,000 സീറ്റുകൾ ഇൻക്രീസ് ആവുന്നു. ഇത് വെച്ചൊക്കെ അനലൈസ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 50 to 60 മാർക്ക് കട്ട് ഓഫ് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ വർഷം 550 ആണെങ്കിൽ ഈ വർഷം ഒരു 600 to 610 മാർക്കുള്ള വിദ്യാർത്ഥിക്ക് MBBS ഒരു ഗവൺമെന്റ് സീറ്റിലും, അതിനോടൊപ്പം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഒരു 510 to 520 മാർക്കിലേക്ക് എത്തിയാൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലും MBBS ലഭിക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. BDSും ആയുർവേദവും ഹോമിയോയും വെറ്റിനറിയും മറ്റുള്ള അഗ്രികൾച്ചർ കോഴ്സുകളും BSc നഴ്സിംഗും എല്ലാം വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നന്നായി പരീക്ഷ എഴുതിയ കോൺഫിഡൻസോടെ എഴുതിയ വിദ്യാർത്ഥികൾക്കൊക്കെ ഏതെങ്കിലും ഒരു സീറ്റ് അഡ്മിഷൻ ലഭിക്കും. ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ മാർക്ക് തീരെ കുറഞ്ഞു പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാം. പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്ന നല്ല പോലെ പഠിപ്പിക്കുന്ന പെർമനന്റ് അധ്യാപകരുള്ള ആൽഫ പോലുള്ള അക്കാഡമി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരു വർഷം നന്നായി പഠിച്ചാൽ കണ്ടില്ലേ, നീറ്റ് എക്സാമിനേഷൻ മോഡറേറ്റ് ആണ്, സിമ്പിൾ ആണ്. പഠനം മികച്ചതാക്കിയാൽ നമുക്ക് വിജയം നമ്മുടേതാക്കി മാറ്റാം. നീറ്റ് എക്സാമിനേഷന്റെ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുള്ള അനലൈസും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാമായി നമ്മുടെ ടീച്ചേഴ്സ് ഇന്ന് തന്നെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും. നമുക്ക് ഡിസ്കസ് ചെയ്യാം, അനലൈസ് ചെയ്യാം 2026 ക്വസ്റ്റ്യൻ പേപ്പർ. 2026 നീറ്റ് എക്സാമിനേഷൻ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ എൻട്രൻസിന്റെ പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.